അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ദം വെജ് ബിരിയാണിയാണ്. നമ്മുടെ സാധാ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായ ആ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, പകുതി ബേ ലീഫ്, 1/4 ടീസ്പൂൺ സാജീരകം, 2 പീസ് കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, 3/4 ടീസ്പൂൺ വീതം പെരിഞ്ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്കായ, 1 കഷ്ണം സ്റ്റാർ അനൈസ്. ഇനി ഇതൊക്കെ ചൂടായ പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. കൂടുതൽ വറന്നു പോവരുത്. പിന്നെ 1 പീസ് ജാതിക്കയും ഉണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇതൊക്കെ നന്നായി ചൂടാക്കിയെടുക്കാം. കൂടുതൽ വറന്ന് കളറ് മാറിപ്പോവരുത്. ഇത് ചൂടായാൽ നന്നായി ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ട അരി ഒന്ന് കുതിർത്ത് വെക്കാം. 2 കപ്പ് അരി കഴുകി 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചു. ഇത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ബീൻസ്. ഇത് അരക്കാൻ വേണ്ട ചേരുവകൾ: തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനിയൊരു ചീനച്ചട്ടി ചൂടാക്കി ഓയിൽ ഒഴിച്ച ശേഷം നേരിയതായി മുറിച്ച 1 സവാള അതൊന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. അത് മീഡിയം തീയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബിരിയാണിക്ക് വേണ്ട അരി ഒന്ന് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പീസ് കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്കായ, പിന്നെ 1 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് കുറച്ച് കൂട്ടിയിടണം, കാരണം നമ്മൾ ഈ ചോറ് വെന്താൽ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കേണ്ടതാണ്. ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. 2 ചെറുനാരങ്ങയുടെ കുരു ഇതിലായിപ്പോയിട്ടുണ്ട്. ഇനി അതൊന്ന് എടുത്തു മാറ്റാം. വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങിയാൽ നമ്മൾ കുതിർത്ത് വെച്ച അരി അരിപ്പത്തട്ടിലിട്ട് ഒന്ന് ഊറ്റിയ ശേഷം ഈ തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഏതാണ്ട് 1/4 ഭാഗം ആവുന്നത് വരെ വേവിക്കാം. തീ ഫുള്ളിലാക്കി വെക്കണം. ഇടയ്ക്ക് ചോറിൻ്റെ വേവ് നോക്കണം. കൂടുതൽ വെന്ത് പോവരുത്, 1/4 വേവ് മതി. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഏതാണ്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. ഇനി ഒരു കുക്കറിൽ നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കട്ടിത്തൈര്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മതിയാകും. 2 കപ്പ് അരിക്ക് 2 ടീസ്പൂൺ. ഈ പൊടി കൂടിപ്പോവരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയ ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും കാര്യങ്ങൾ അരക്കാം. 3 പഴുത്ത തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്. ഇനി മല്ലിയിലയും പുതിനയിലയും ചെറുതായി മുറിച്ചിടാം. പിന്നെ അരച്ച മിക്സ് കൂടെ ചേർക്കാം. പച്ചമുളക് എരിവ് കുറവായത് കൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. എരിവുള്ളതാണെങ്കിൽ 2 എടുത്താൽ മതി, കാരണം കുരുമുളകൊക്കെ ചേർക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. സാദാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കവും കോളിഫ്ലവറും ബീൻസും ഒക്കെ ഞാൻ ഏതാണ്ട് ഒരേ അളവിലാണ് എടുത്തത്. നമ്മുടെ കയ്യിൽ മഷ്റൂം, പനീർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. പനീർ ഒന്ന് വറുത്തിട്ട് ആണ് ചേർക്കേണ്ടത്. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി പകുതി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏതാണ്ട് 1/4 ഭാഗം വെന്ത ചോറൊന്ന് ഊറ്റി ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസിൽ നമ്മൾ പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പകുതി ചോറിട്ട ശേഷം അല്പം മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയുടെ കുറച്ച് ഭാഗവും കൂടെ ചേർക്കാം. പിന്നെ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും നേരത്തെ ചെയ്തതുപോലെ മല്ലിയിലയും പുതിനയിലയും പിന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർക്കാം. പിന്നെ ഏറ്റവും മുകളിലായി 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെജിറ്റബിൾസ് ഒന്നും വേവിക്കാതെയാണ് നമ്മൾ മസാല ആക്കിയത്. ഇനി ഇത് അടുപ്പിൽ വെച്ച് 5 മിനിറ്റ് നല്ല ഫുൾ തീയിൽ വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ 25 മിനിറ്റ് ഒരു മീഡിയം തീയിലും വെക്കണം. ഓഫാക്കിയ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടുമില്ല. നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. നല്ല മണവും ടേസ്റ്റുമുള്ള ഒരു വെജ് ബിരിയാണിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിന് നല്ല കട്ടിത്തൈരും ഈത്തപ്പഴം അച്ചാറുമാണ് കൂടുതൽ ചേരാൻ. ഈ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന തൈരിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ കാണിക്കാം. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.